എത്ര പേർ പറയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്? നമ്മൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്? സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും നിന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിലയേറിയവരാണ്. ഭൂതലത്തിൽ നിന്നും അല്ലേ? ഈ പട്ടണത്തിൽ അനേകരുണ്ടായിരുന്നു, അനേക ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നിന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കും. അവൻ്റെ സ്വന്തം ജനമായി, അവൻ്റെ ശബ്ദം കേൾക്കുന്നവരായി, അവൻ്റെ വായിലെ വചനങ്ങളെ കേൾക്കുന്നവരായി, അവന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവന് സ്വന്തം ജനമായിരിക്കണം. അപ്പോൾ അവന് നമ്മുടെ ഭവനത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. അവർ നമ്മുടെ മക്കളാണ് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ മക്കളാണ്. അവർ നമ്മുടെ സ്വന്തമാണ് എന്ന് പറയുന്നത് പോലെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ആ സ്വന്തം ജനമാണെന്ന് ബോധ്യമുള്ളവൻ എന്ത് ചെയ്യും? ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീരും. ആ ദൈവശബ്ദത്തിനനുസരിച്ച് അവൻ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരും. ആ ദൈവശബ്ദത്തിനനുസരിച്ച് അവൻ മുൻപോട്ട് പോകുമ്പോൾ അവൻ ചില അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായി തീരും. വിളിച്ചപ്പം ദൈവം നമ്മളെ ഇസ്രായേൽ മക്കളെ ദൈവം എന്ത് ചെയ്തു? സ്വന്തം ജനമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്തു. അപ്പോൾ ക്രിസ്തു യേശുവിൽ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ, ക്രിസ്തു യേശുവിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങനെ നടത്തിയോ അതുപോലെ തന്നെയാണ് തൻ്റെ മക്കളായിരിക്കുന്ന നമ്മളെയും ദൈവം നടത്താൻ പോകുന്നത്. അയച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ കാണുമ്പോൾ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീരും. പക്ഷെ ലോകക്കാരനെ ഇത് വായിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവൻ അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. പക്ഷേ വചനം വായിച്ചിരിക്കുന്ന വ്യക്തി ഈ ലോകത്തിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ലോകത്തിൽ നടക്കുന്നത് കാണുമ്പോൾ അവൻ എക്സൈറ്റ്മെൻ്റ് ഉള്ളവനായി മാറുകയാണ്. എന്തുകൊണ്ടാണ് അവൻ എക്സൈറ്റ്മെൻ്റ് ഉള്ളവനാകുന്നത്? കാരണം വചനത്തിൽ അത് പറഞ്ഞിരിക്കുകയാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെയാണ് അവൻ കാണുന്നത്. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം അവൻ സത്യമാണ്, അവൻ നീതിയുള്ളവനാണ്, അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നവനാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എക്സൈറ്റ്മെൻ്റ് ഉള്ളവനാകും അല്ലേ? പ്രവചന ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ അകത്തൊരു ഒരു കത്തലുണ്ടാകും. കാരണം ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുന്നത് പോലെ ഇന്ന് പകൽ ദൈവം പ്രവചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലും നടക്കും അല്ല. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നമ്മൾ കണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ: നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയീമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നിന്നെ വിടുവിച്ച വഴികളൊക്കെ നീ എന്ത് ചെയ്യണം? നല്ലവണ്ണം ഓർക്കണം. പല പ്രശ്നത്തിലും പല വിഷയങ്ങളിലും നമ്മൾ തളരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലും വലിയ വിഷയത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേട്ട ശബ്ദത്തിനനുസരിച്ചാണ് ദൈവം അവനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാകണം. ദൈവം നമ്മളോട് സംസാരിക്കും.
ദൈവം നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീരും. ആ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ആ സംസാരിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹം ഉണ്ടാകുവാനിടയായി തീരും, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുവാനിടയായി തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം വായിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഇതിലൂടെ ദൈവ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായി തീരും. പലപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് തൻ്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും, നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണമെന്ന് ദൈവം അവരെ എന്ത് ചെയ്യാണ്? ഓർപ്പിക്കുകയാണ്. ഇന്ന് പകലും നമ്മളെ ദൈവം നടത്തിയ വിധങ്ങളെ നമ്മൾ ഓർക്കണം. ഈ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴ്ത്ത വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. നിന്റെ വിഷയങ്ങളെ കണ്ട് എന്ത് ചെയ്യരുത്? പേടിക്കരുത്. അവരെ കണ്ട് ഭ്രമിക്കരുത്. ഒന്ന് പറഞ്ഞേ, നീ അവരെ കണ്ട് എന്ത് ചെയ്യരുത്? നിന്റെ എതിരെ നിൽക്കുന്ന, നിന്റെ എതിരെ വരുന്ന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? ഭ്രമിക്കരുത്, നീ പേടിക്കരുത്. പലപ്പോഴും നമ്മൾ ഭയപ്പെടുമ്പോഴാണ് ആ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്, നിന്നെ കൊണ്ടുവന്ന വഴികളെ നീ എന്ത് ചെയ്യണം? ഓർക്കണം. ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ അകത്ത് നിന്ന് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. നീ എത്ര വലിയ പ്രശ്നത്തിലാണോ ഇന്ന് പകൽ ആയിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ അകത്ത് നിന്ന് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരിക തന്നെ. ആ നീട്ടിയ ഭുജം നിന്നെ ഇന്ന് പകലും താങ്ങുവാൻ മതിയായതായി നിന്റെ കൂടെ ഇന്ന് പകലും ആ കരം ഇരിക്കുന്നുണ്ട്. ഇന്ന് ആ ബലമുള്ള കൈ നീ ഇന്ന് ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ അകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ മതിയായവ. പല ഇടങ്ങളിൽ നിന്നും, പല സാഹചര്യങ്ങളിൽ നിന്നും, പല തകർന്നു പോകേണ്ട അവസ്ഥയിൽ നിന്നും നിന്നെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന വഴികളെ, ആ ഭുജത്തെ ഇന്ന് പകൽ നീ ഇന്ന് ഓർക്കേണ്ട. നിന്റെ ശത്രു നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ വചനം പറയാം, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? അപ്പം നിനക്ക് നേരെ ഒരു ശത്രു എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തണം. ദൈവവചനം പറയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ അനുഗ്രഹിക്കും. നിനക്ക് നേരെ ഒരു ശത്രു എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ ശത്രു അവൻ വീണു പോകുക തന്നെ ചെയ്യും. അപ്പം നിനക്ക് നേരെ ഒരു ശത്രു എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് പ്രതിയായിട്ട് അല്ലെ നിന്നെ തകർക്കുവാൻ ഒരു ശത്രു എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട്, നിനക്ക് നീട്ടിയ ഒരു ഭുജമുള്ളത് കൊണ്ട്, ഒരു ബലമുള്ള കൈ നിന്നെ താങ്ങിയിരിക്കുന്നത്, നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നീ വീണു പോകത്തില്ല. അതാണ് ഇസ്രായേൽ മക്കൾക്ക് നേരെ ഫറവോൻ എഴുന്നേറ്റപ്പം അവരോടൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. അവർക്കെതിരെ എഴുന്നേറ്റ് നിന്ന ഫറവോനും സൈന്യവും ജനത്തിന് നേരെ അവൻ എഴുന്നേറ്റത് കൊണ്ടാണ് അവൻ വീണുപോകുവാനിടയായി തീർന്നേ. പകൽ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രുവിന് നേരെ നീ നിൽക്കണ്ട. നിനക്ക് വേണ്ടി നീട്ടിയൊരു ഭുജം, നിനക്ക് വേണ്ടി ബലമുള്ളൊരു കരം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാനിടയായി തീരും. ഇന്ന് പകലും നിനക്ക് നേരെ പ്രതികൂലമായി എഴുന്നേൽക്കുന്ന കരത്തിനെതിരെ നീ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു നീട്ടിയ ഭുജമുണ്ട്. അത് നീ ഈ ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ അതാണ് നീ കാണാൻ പോകുന്നത്. നിനക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു ബലമുള്ള കരം, അത് നിന്നെ താങ്ങുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെയാണ്. വിടുവിച്ചു കൊണ്ടുവന്ന സാഹചര്യം എവിടെ നിന്നാണ് വിടുവിച്ചു കൊണ്ടുവന്നതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ ഓർക്കണം. നീ അവരെ കണ്ട് എന്ത് ചെയ്യരുത്? നിന്റെ ശത്രുവിനെ കണ്ട്, നിന്നെ എതിരെ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് നീ എന്ത് ചെയ്യരുത്? ഭ്രമിക്കരുത്. പകൽ നീ ചില അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. ഇന്ന് പകൽ നീ ചില വിടുതലുകളെ കാണാൻ പോകുകയാണ്. ഇന്ന് പകൽ നീ ചില ദൈവ പ്രവൃത്തികളെ കാണാൻ പോകുകയാണ്. ഇന്ന് ചില അത്ഭുതങ്ങളെ നീ കാണാൻ പോകുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാം? വലിയവനും ഭയങ്കരനുമായ ദൈവം ഇന്ന് പകലും നമ്മുടെ മധ്യേ ഉണ്ട്. ആമേൻ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ഒരു മനുഷ്യൻ തൻ്റെ
മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ, ഈ ശിക്ഷിച്ചു വളർത്തുന്നെന്ന് പറഞ്ഞാൽ ഇത് ശിക്ഷണം അല്ലെങ്കിൽ ശിഷ്യത്വം അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക? പഠിപ്പിച്ചു വളർത്തുകയാണ് പല കാര്യങ്ങളെയും. ഒന്ന് പറഞ്ഞാട്ടെ, ഒരു മകനെ പോലെ നിന്നെ ദൈവം എന്ത് ചെയ്യാണ്? വളർത്തുകയാണ്, നിന്നെ ഒരു പിതാവിൻ്റെ കരത്തിൽ തൻ്റെ കുഞ്ഞ് സുരക്ഷിതനായിരിക്കുന്നത് പോലെ ഇന്ന് പകൽ ഞാനും നിങ്ങളും ആ പിതാവിൻ്റെ കരത്തിൽ സുരക്ഷിതനായിരിക്കും. നിന്നെ വളർത്തുകയാണ്, നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവരായിരുന്നു, എന്നാൽ അവൻ നമ്മളെ തിരിച്ചു വിളിച്ചു. ഒരു മകനെ പോലെ അവൻ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പിതാവിൻ്റെ ആശ്ലേഷണം ഞാനും നിങ്ങളും അനുഭവിക്കുവാനിടയായി തീരണം. നമ്മൾ ആ പിതാവിൻ്റെ ശിക്ഷണത്തിൽ, ആ പിതാവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നവരായി തീരണം. ആ ആശ്ലേഷണം അനുഭവിച്ച് മുൻപോട്ട് പോകുന്നവരായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ അവിടെ ആ വചനം എങ്ങനെ ചെയ്ത്? നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതായ ദേശം. അപ്പം നമ്മൾ ഇന്ന് എവിടെയായിരിക്കുന്നത്? ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവം പരിപാലിക്കുന്ന ദേശത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പരിപാലിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടുന്നത് സകലതും അവിടെ ഉണ്ട്. നിനക്ക് വേണ്ടുന്ന വിടുതൽ അവിടെ ഉണ്ട്. നിനക്ക് വേണ്ടുന്ന സൗഖ്യം അവിടെ ഉണ്ട്. നിനക്ക് വേണ്ടുന്ന സകലതും എന്താണോ നിനക്ക് വേണ്ടിയത് അത് മുഴുവൻ ദൈവം പരിപാലിക്കുന്ന ദേശത്ത് ഉണ്ട്. ദൈവം പരിപാലിക്കുന്ന ദേശത്ത്, ആ ദൈവം പരിപാലിക്കുന്നിടത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ, ആ കരവലയത്തിന് ഉള്ളിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാനിടയായി തീരും. നന്മകൾ നീ എന്ത് ചെയ്യും? അനുഭവിക്കും. ചില അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കാൻ പോകുകയാണ്. അവൻ്റെ പരിപാലനത്തിൻ്റെ കീഴിലായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില നന്മകൾ നീ അനുഭവിക്കുവാനിടയായി തീരും. ഇന്ന് അവൻ്റെ പരിപാലനത്തിൻ്റെ കീഴിലാണോ ഞാനും നിങ്ങളും ഇരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ അതുവരെ കാണാത്ത മന്ന അവർ കണ്ടെങ്കിൽ ഇനി നീ ഇതുവരെ കാണാത്ത ചില നന്മകൾ നീയും കാണുവാനിടയായി തീരും. കാരണം നിന്നെ പരിപാലിക്കുന്നത് ദൈവമാണ്. നിന്നെ പരിപാലിക്കുന്നത് ആ ബലമുള്ള ഭുജമാണ്. നിന്നെ താങ്ങുന്നത് ആ നീട്ടിയ ഭുജമാണ്. അതുകൊണ്ട് നീ ചില നന്മകൾ കാണുവാൻ ഇടയായി തീരും.